നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക കാരണം വർമ്മ സാറിന് അപമാനം ഉണ്ടായ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ തീരുമെന്നാ അംബികമ്മയുടെ ഉദ്ദേശിക്കുന്നേ? നീയേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. രാജുവിന്റെ ഭാര്യയാകാനുള്ള യോഗം എനിക്കായിരുന്നു രമ്യ. ഞാനതായി കഴിഞ്ഞു. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഒരുപാട് നീ രാജുവിന്റെ പിന്നാലെ നടന്നു. രാജുവിന്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിവാഹം നടത്താൻ തീരുമാനിക്കുക വരെ ചെയ്തു. എന്നിട്ട് എന്തായി? നിയോഗം എന്ന് പറയുന്നതൊന്നുണ്ട് രമ്യ. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും രാജുവിന്റെ ഭാര്യ ഞാനായിരിക്കും. നീ എന്നല്ല, ഈ ലോകത്ത് ആര് ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല രമ്യ. അത് നീ മനസ്സിലാക്കുമ്പോഴേക്കും ചിലപ്പോഴേ നിന്റെ ജീവിതം തന്നെ പാഴായി പോയേക്കും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്. ഭാഗ്യ ഇപ്പോ അവളുടെ കൂടെയാ. അതാ നമുക്കിങ്ങനെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ, ഒരൊറ്റ തവണ അവളുടെ മുട്ടുമടക്കാൻ പറ്റിയ പിന്നെ അങ്ങോട്ട് അവൾക്ക് തുടരെ തുടരെ വീഴ്ചയായിരിക്കും. നമ്മുടെ പ്ലാൻ ഇങ്ങനെ തിരിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളായിട്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അവരുടെ കൊഞ്ചി കൊഴിഞ്ഞുള്ള ആ വർത്തമാനം കേട്ടാൽ തന്നെ അറിയില്ലേ അത് വെറും അഭിനയമാണെന്ന്. അത് നമുക്ക് മാത്രം മനസ്സിലായിട്ട് എന്താ അമ്മേ കാര്യം? എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണ്ടേ? അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഇതൊക്കെ തെളിയിച്ചു കൊടുക്കേണ്ടി വരുന്നതിന്റെ അവസ്ഥയുടെ പിന്നിലെ കാരണം എന്താ? എല്ലാവർക്കും എന്ന് വെച്ചാ ആദ്യം ബോധിപ്പിക്കേണ്ടത് അമ്മാവനെ. അമ്മാവനെ ബോധിപ്പിച്ചാലല്ലേ എന്തെങ്കിലും തീരുമാനം രാജുവിന്റെ ഋതികയുടെ കാര്യത്തിൽ ഉണ്ടാവും. അമ്മാവൻ പറയുന്ന വാക്കല്ലേ അവസാന വാക്ക്. യെസ്, അതാണ് പോയിന്റ്. പ്രതാപൻ പറയുന്നതും തീരുമാനിക്കുന്നതുമാണ് എല്ലാവർക്കും വേദവാക്യം. കാരണം പ്രതാപനാണ് ഈ വീടിന്റെ ഗൃഹനാഥൻ, നാടിന്റെ കണ്ണിലുണ്ണിയായ മിനിസ്റ്റർ. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാലേ കേരളത്തിന്റെ CM. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അധികാരം, പവർ, അത് നിന്റെ കയ്യിലേക്ക് വന്നാ പിന്നെ നീ പറയുന്നതാവും ഈ കുടുംബത്തിലെ അവസാന വാക്ക്. പ്രതാപന് പോലും. അതിന് പ്രതാപന്റെ സ്ഥാനത്തേക്ക് നീ വരണം. അമ്മ എന്താ ഈ പറയുന്നേ? എനിക്ക് ആകെ ഉള്ളത് അമ്മാവന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ട് എങ്ങോ എടുത്തൊരു മെമ്പർഷിപ്പാ. ഒരു പ്രവൃത്തി പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മാവന്റെ സ്ഥാനത്ത് വരുന്നേ? ഒന്ന് സമാധാനമായി ആലോചിച്ചാൽ അമ്മയുടെ തലയിൽ തെളിയാത്ത ബുദ്ധിയുണ്ടോ മോനെ? അപ്പൊ അമ്മയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ടെന്ന് പണ്ടേ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞതാ. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതാ. ഇപ്പോഴാ അതിനെ പറ്റി സമയമായത്. രമ്യ. ഹലോ രമ്യ. അംബിക മാഡം, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഋതികയുടെ ഒപ്പം നിൽക്കാനേ ഇപ്പൊ ഒരാള് കൂടിയുണ്ട്, പ്രിയ ചേച്ചി. അവൾ ഒരാളെയോ 50 പേരെയോ കൂടെ ചേർക്കട്ടെ, പക്ഷേ അവർക്കെതിരെ നിൽക്കുന്നതേ അംബികയാ. അംബിക. മാഡം, അത് മാത്രമല്ല, എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു അവള് രാജുവിന്റെ ഭാര്യയായി എന്നും രാജുവിന്റെ വീട്ടില് രാജുവിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടിക്കണം. എന്തെങ്കിലും ഉടനെ ചെയ്യണം മാഡം. രമ്യ, ഞാൻ നിന്നോട് അങ്ങോട്ട് വിളിച്ച് ഇതേ കാര്യം പറയണമെന്ന് ആലോചിച്ചതാ. നിന്റെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും എല്ലാം ഉടനെ സോൾവ് ആവാൻ എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്.
എന്താ പ്ലാൻ? വേഗം പറയ്. പ്രതാപനെ, നാളെ നിങ്ങളുടെ കോളനിയുടെ അടുത്തുള്ള ജംഗ്ഷനിൽ അവന്റെ പാർട്ടിയിലെ പ്രായം ചെന്നൊരു പ്രവർത്തകനെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അയാൾക്കും അയാളുടെ കുടുംബത്തിനും എന്തോ സഹായം നൽകാനാ. അവിടെ വെച്ച് ഋതിക കാരണം പ്രതാപന് അപമാനം ഉണ്ടാവണം. അല്ല, ഋതിക കാരണം വർമ്മ സാറിന് അപമാനം ഉണ്ടായ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ തീരുമെന്നാ അംബികമ്മയുടെ ഉദ്ദേശിക്കുന്നേ? നീയേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരി. ചേട്ടാ, ഒരു വിനാഗിരി കൂടെ വെക്കണേ. ഓ ശരി. ഋതികയ്ക്ക് ബോറടിച്ച് തുടങ്ങി കാണുമല്ലേ? ഇല്ല ചേച്ചി, സാധനങ്ങൾ വാങ്ങിച്ച് കഴിയാറായി. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാട്ടോ. ശരി ചേച്ചി. അത് കണ്ടില്ലേ, ഒക്കെ വെറും പ്രഹസന. ആൾക്കാരെ കയ്യിലെടുക്കാൻ എന്തൊരു അഭിനയോ. ഏയ്, വർമ്മ സാർ ഒരു മാന്യനാണെന്നാണ് എന്റെ അറിവ്. അല്ലേ സുലോചനെ? അതെ, അതൊക്കെ വെറും ഒരു ബിൽഡപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ചോദിച്ചിട്ടേ ഉള്ളൂ. വാ. മിസ്റ്റർ വർമ്മ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്താ എന്താ ഏട്ടാ, എന്താ കാര്യം? മിസ്റ്റർ വർമ്മ ഒരു മാന്യനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നിങ്ങൾ മനസാക്ഷി തീരെയില്ലാത്ത ഒരു പ്രശ്നക്കാരനാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.